ഹായ് 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 നമസ്കാരം. ഞാൻ കാവ്യ ശ്രീനിവാസ്, ഒഫീഷ്യൽ മെയ്ഡ് ഇൻ കുന്നംകുളം. ഈ ഒഫീഷ്യൽ എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാ? വേറൊന്നുമല്ല, ഇൻസ്റ്റയിലും എഫ് ബിയിലും സുക്കൂറണ്ണൻ എനിക്ക് തന്നില്ല, എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ എടുത്തു. ജീവിതത്തില് ഉയർന്ന ചിന്താഗതിയും 3G ലൈഫും നയിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേൾക്കാം മോട്ടിവേഷൻ. പക്ഷെ ഇപ്പൊ വേണ്ട, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യം വരും. പിന്നെ നമ്മുടെ ലാലേട്ടൻ പോലും പറഞ്ഞേക്കണത് എന്താ? ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നു. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചായകളെ കുറിച്ചാണ്. അപ്പ ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാ പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല. ആശ്വാസം. 1 മിനിറ്റ് കഴിഞ്ഞു. ചായകൾ പലതരമുണ്ട്. കട്ടൻ ചായ, പാൽ ചായ, ആ ചായ, ഈ ചായ എന്ന് വേണ്ട, മഴവില്ലിന് പോലും ഇപ്പൊ 7 കളറേ ഉള്ളൂ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 10-16 കളറ് ചായ ഇപ്പൊ തന്നെ ഉണ്ട്. പണ്ട് വയറിളക്കം, അതായത് ലൂസ് മോഷൻ, ഇത് വരുന്ന സമയത്ത് 1 ഗ്ലാസ് കട്ടൻ ചായ ഇങ്ങോട്ട് എടുത്ത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് ഷട്ടർ ഇട്ട പോലെ സംഗതി കല്ലയ്ക്കും. പിന്നെ നേരാവണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3 ചെറുപഴമെങ്കിലും വേണ്ടി വരും. അതിപ്പോ ലെമൺ ടീ. പിന്നെ വയറുവേദന വരുമ്പോ ഒരു ഇഞ്ചി പ്രയോഗമുണ്ട്, അതിപ്പോ ജിഞ്ചർ ടീ. അങ്ങനെ ചായയുടെ രൂപവും ഭാവവും എല്ലാം മാറി. എന്തിന് സഞ്ചിയിലൊക്കെ ചായ വരാൻ തുടങ്ങി. ടീ ബാഗ്. ഈ ടീ ബാഗ് കാണുമ്പോഴേ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഉടുക്കത്തെ പുച്ഛമാണ്. അമ്മൂമ്മ പറയണ എന്താണെന്നറിയോ? ഇപ്പത്തെ പെമ്പിള്ളേർക്ക് പണിയെടുക്കാനുള്ള മടി കൊണ്ടാത്രേ ടീ ബാഗ് ഇറക്കിയേക്കണത്. ഗ്ലാസ് മാത്രം കഴുകിയാൽ മതിയല്ല. താത്ത ആരാണീ പറയണേന്ന് കരുതി? പണ്ട് വീട്ടില് 2 വിരുന്നുകാർ വരുമ്പോ 4 ചൂട്ടും കത്തിച്ച് വെച്ച് 5 മിനിറ്റ് കൊണ്ട് ചായ തിളപ്പിക്കാനുള്ള മടിക്ക് വല്ല തൂക്കുപാത്രമോ പിരിമന്തയോ തന്നിട്ട് മോനെ 3 ചായ എന്നും പറഞ്ഞ് കണ്ണിക്കണ്ട ചായക്കട മുഴുവൻ എന്നെ ഓടിച്ചിട്ടുള്ള പെണ്ണും പിള്ളയാണ് ഇവര്. Once Upon a Time സീസൺ 4-ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ ഓൺലൈനിൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് വിശാലി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.